ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി MLA BD ജോസ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ദാസൻ, പ്രിയപ്പെട്ട മെമ്പർമാരെ, നമുക്കറിയാം മീഡിയ ക്ലബ്ബ് കൊടകരയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 4 വർഷം പിന്നിടുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികളെ അവരെ കടമ ഓർമ്മിപ്പിക്കാനും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ അവരെ ശ്രദ്ധയിൽ വരാനും ഒക്കെ ഇത്ര നാളത്തെ പ്രവർത്തനം കൊണ്ട് മീഡിയ ക്ലബ്ബിലെ അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ജനകീയ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഉയരാൻ കൊടകര മീഡിയ ക്ലബിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കൊടകര മീഡിയ ക്ലബ്ബ് ഇവിടെ ആരംഭിച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ വാർഷിക പൊതുയോഗമാണ്, 4ാമത്തെ വാർഷിക പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് സ്തുത്യർഹമായ സേവനമാണ് കൊടകര പ്രസ് ക്ലബ്ബ് നടത്തി വരുന്നത്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, കായിക മേഖലകളിലൊക്കെ പങ്കുവഹിച്ചുകൊണ്ട് ആ രംഗത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ക്ലബ്ബ് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും, അത് കഴിഞ്ഞാൽ 4ാമത്തെ തൂണാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ നിഷ്പക്ഷവും നീതിപൂർവവും ആയി, നിർഭയമായി, സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണ് ശരിയായ പത്രധർമ്മം എന്ന് പറയുന്നത്. നേരായ വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ അതിൻ്റേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുപോലെ സമൂഹത്തിലെ അനീതികൾ അതെല്ലാം തുറന്നു കാണിക്കാനും മാധ്യമങ്ങൾക്ക് മുഖ്യമായ പങ്കുണ്ട്. കൊടകര പ്രസ് ക്ലബ്ബ് ഈ കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ എടുത്തു പറയുകയാണ്. ജനപ്രതിനിധികളായ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം ബലം പകരുന്നതും സഹായങ്ങൾ നൽകുന്നതും മാധ്യമ സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ മാധ്യമങ്ങളൊക്കെ ആ കാര്യത്തിൽ നൽകി വരുന്ന സഹകരണത്തിനും പിന്തുണയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ഈ മീഡിയ ക്ലബ്ബ് കൊടകരയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുകയുമാണ്. നമ്മൾ വാർഷിക പൊതുയോഗങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വാർഷികത്തിന് ശേഷം ഈ വാർഷികം വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും നേട്ടകോട്ടങ്ങൾ വിലയിരുത്തി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഏത് സംഘടനയായാലും ഏത് പ്രസ്ഥാനമായാലും അതിൻ്റെ സമ്മേളനങ്ങൾ, വാർഷിക പൊതുയോഗങ്ങൾ ഒക്കെ നടത്തുന്നത്. ആ രീതിയിൽ പ്രസ് ക്ലബ്ബ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചും നേട്ടങ്ങൾ കൂടുതൽ നേട്ടങ്ങളാക്കി മാറ്റാനും ഈ പ്രസ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് സഹകരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ 4 വർഷ കാലയളവിനുള്ളിൽ കൊടകര പഞ്ചായത്ത് അതിർത്തിയിലെ ഞങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കതിന് കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യുന്നതിനായിട്ട് ഈ മീഡിയ ക്ലബിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ മനസ്സിനെ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം ഈ ഓണസമയത്ത് നടത്തിയ ഓണസ്മൃതി എന്ന് പറയുന്ന പരിപാടി. വയസ്സായ ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഓണപ്പുടവ നൽകി അവരുടെ കഴിഞ്ഞകാല ഓണസ്മൃതികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർക്കുണ്ടായ പണ്ടുകാലത്തുണ്ടായിരുന്ന ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നടത്തിയത് മീഡിയ ക്ലബിൻ്റെ പറയത്തക്ക ഒരു സവിശേഷത കൂടിയായിട്ടാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ഇനി മേലിൽ ഇനിയും ഇന്ന് ഈ 4 വർഷ കാലയളവിനുള്ളിൽ നിങ്ങളിൽ നിന്നുണ്ടായ എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും നിങ്ങളിലുണ്ടായതും ഞങ്ങളിൽ നിന്നുണ്ടായ സഹായ സഹകരണങ്ങളും മേലിലും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.